കിട്ടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചക്കി ഫ്രഷ് ആട്ട, നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ചക്കി ഏറ്റവും നല്ല ആട്ട എന്ന് പറയുന്ന ആശീർവാദമാണ് അല്ലേ. അങ്ങനെ ഒരു ആട്ടയ്ക്ക് 355 രൂപ വില കൊടുക്കേണ്ടി വരും. അതേസമയം അത് നമുക്ക് RCM എന്ന് മേടിക്കുകയാണെങ്കിൽ 331 രൂപയ്ക്ക് കിട്ടുന്നു. അത് നമ്മളൊരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കുകയാണെങ്കിൽ 260 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതിന്റെ PV എന്ന് പറയുന്നത് 50 രൂപയാണ്. RCM ഡിസ്കൗണ്ട് കാർഡ് എടുക്കാൻ നമ്മൾ എന്തെങ്കിലും പണയം വിൽക്കുക എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താ, നമ്മള് RCMൽ നിന്നുള്ള പ്രൊഡക്റ്റ് മറ്റു കടകളിൽ നിന്ന് മേടിക്കുന്ന RCM പ്രൊഡക്റ്റിന് പകരം നമ്മള് ബ്രാഞ്ച് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. എങ്ങനെയാണ് നമ്മള് മറ്റു കടകളിൽ നിന്ന് മേടിക്കുന്നതിന് പകരം നമ്മള് കൺവേർട്ട് പ്രൊഡക്ട്സ് RCMൽ നിന്ന് പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്യാം. ഒപ്പം നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടാനുള്ള അവസരം കൂടിയുണ്ട്. അടുത്താണ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പൊ നോക്കാം, ഈ 13 പ്രൊഡക്ട്സ്, ഒരു പ്രൊഡക്റ്റ് വീതം മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഈ 13 പ്രൊഡക്ട്സ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 2079 രൂപ കൊടുക്കണം. അതേസമയം നമ്മൾ RCMൽ നിന്ന് MRP റേറ്റിൽ മേടിക്കുകയാണെങ്കിൽ പോലും 1646 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു. അപ്പൊ ഒന്ന് വ്യത്യാസം നോക്കാം. ഇനി നമ്മളൊരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കുകയാണെങ്കിൽ, ഡിസ്കൗണ്ട് കാർഡ് എടുക്കാൻ നമുക്ക് വേറെ ചെലവൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചേഞ്ച് ദ ബ്രാൻഡ്, ചേഞ്ച് ദ ഷോപ്പ് അല്ലെ, നമ്മുടെ ഗിരീഷ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളൊരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തുകൊണ്ട് നമ്മുടെ ID പ്രൂഫ് കമ്പനിയിലേക്ക് അയച്ചു കൊടുത്ത് നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടി അതിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1317 രൂപയ്ക്ക് കിട്ടുന്നു. ഒപ്പം നമുക്ക് ഇത് മേടിക്കുന്നതിലൂടെ നമുക്ക് 606 PV കിട്ടുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, സെൽഫ് യൂസിലൂടെ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്. നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിൽ 2079 രൂപ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ലാഭം എന്ന് പറയുന്നത് 2069 രൂപയ്ക്ക് വാങ്ങുന്ന പ്രൊഡക്റ്റ് നമുക്ക് 1317 രൂപയ്ക്ക് കിട്ടുന്നു. നമ്മളുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഇന്നിവിടെ പുതിയ ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ടായിരിക്കില്ലേ. നമ്മൾ പണിയെടുക്കുന്ന പൈസ മറ്റുള്ള ആളുകളാണ് പൊതുമാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് അല്ലെ. കസ്റ്റമർ എപ്പോഴും കഷ്ടപ്പെട്ട് ഭരിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. പക്ഷെ നമുക്കിവിടെ അത് തിരുത്തി കുറിക്കാനായിട്ട് സാധിക്കും. RCM ബ്രാൻഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഒപ്പം തന്നെ നമുക്ക് നോക്കാം, ഒരു വർഷത്തിലെ 752 രൂപ ഒരു മാസം നമുക്ക് ലാഭിക്കാൻ പറ്റുമെങ്കിൽ 12 മാസം കൊണ്ട് 9024 രൂപ ലാഭിക്കാൻ പറ്റും. ഒപ്പം അതൊരു 10 വർഷം കടന്നു പോവുകയാണെങ്കിൽ 90,240 രൂപ. ഇത് പൊതുമാർക്കറ്റിൽ കൊണ്ടുപോകേണ്ട പൈസയാണ് നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ണു തുറന്നു നോക്കാം. നമ്മൾ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകാം. അത് മാത്രമല്ല, ഇതിലൂടെ സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്നവർക്ക് കൺസിസ്റ്റൻസി ഓഫറും കൂടി ഉണ്ട് അല്ലേ. 6 മാസം കഴിയുമ്പോൾ കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടി നമുക്ക് ഇതിലൂടെ കിട്ടുന്നു. ഇനി കൺസിസ്റ്റൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാലേ, ഇതിൽ ജോയിൻ ചെയ്യുന്നവരുണ്ടാവാം, ഒപ്പം തന്നെ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ 100 PV മുതൽ 1499 PV വരെ നമുക്ക് 12% ഡിസ്കൗണ്ട് റേറ്റ്, 12% നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി ഒരു 1500 രൂപ PV, അതായത് ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വേണ്ടാത്ത ഫാമിലി ഉണ്ടാവില്ല അല്ലെ സാധാരണ. അപ്പോൾ ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 1500 PV വരുന്നു. അത് 6 മാസം റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1500 DP പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഒപ്പം 2500 PV ചെയ്യുകയാണെങ്കിൽ 2500 രൂപയുടെ പ്രൊഡക്റ്റ് 5000 PV ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടുന്നു. 10000 PV ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 10000 PV ഒക്കെ ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടാവും, അവർക്ക് 5000 DPയുടെ പ്രൊഡക്റ്റ് കിട്ടുന്നു. പ്ലസ് ക്യാഷ് പ്രൈസും കൂടി 3000 രൂപയുടെ ക്യാഷ് പ്രൈസ് കൂടി കിട്ടുന്നു. നമ്മളത് കണ്ണു തുറന്നൊന്ന് നോക്കാം. ഈ ഒരു 10000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ പൊതുമാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ആരെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് തരോ? ക്യാഷ് തരോ? ഒരാൾ പോലും നമുക്ക് തരുന്നില്ല. പക്ഷേ നമ്മൾ ബ്രാൻഡ് മാറിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 25,000 PV ചെയ്യുകയാണെങ്കിൽ 5000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടുന്നു. പ്ലസ് 12,500 രൂപ ക്യാഷ് നമുക്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ കമ്പനി അയച്ചു തരുന്നു. ഒപ്പം 50,000 PV ചെയ്യുകയാണെങ്കിൽ
ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? കാരണം എന്താ, സെയിൽ ചെയ്താലാണ് നമ്മളിത് മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഡെയിലി ഒരു 2000 രൂപയുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് നമുക്ക് 60,000 രൂപയുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ പർച്ചേസ് വോളിയം 40,000 PV വരുന്നു. അതിന്റെ സെയിൽസ് കമ്മീഷൻ എന്ന് പറയുന്നത് 20%. 12,000 രൂപ നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. വെറും 5,000, 6,000, 7,000 രൂപയ്ക്ക് പോലും ഇന്ന് പല എന്താ പറയാ, നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ ഒരുപാട് ലേഡീസ് ആയാലും ചെറിയ പെൺകുട്ടികളായാലും അത് പഠിച്ചിറങ്ങിയ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നിൽക്കുന്നവരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പണിയെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കില്ല. ഈ 12,000 രൂപ ഉണ്ടാക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട. കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഇനി അത് മാത്രമല്ല, PV ബേസ്ഡ് കമ്മീഷൻ 9% നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. 3,800 രൂപ ക്യാഷ് കിട്ടുന്നു. അപ്പൊ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, ഒരു മാസത്തെ ഇൻകം എന്ന് പറയുന്നത് 15,800 രൂപയാണ്. അത് നമുക്ക് കൺസിസ്റ്റൻസി ബെനിഫിറ്റിലൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ 25,000 PVയുടെ കൺസിസ്റ്റൻസിയിലാണ് പെടുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ 15,800 രൂപ ഇൻറ്റു 6 മാസം കൊണ്ട് നമുക്ക് പ്ലസ് അതിന് 12,500 ക്യാഷ് വരുന്നു. 1,07,300 രൂപയാണ് നമുക്ക് 6 മാസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഫ്രീ പ്രൊഡക്ട്സ് കിട്ടുന്നു 5,000 രൂപയുടെ. 2 വർഷമാകുമ്പോൾ 10,000 രൂപയുടെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 1 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2,24,600 രൂപ. സുഹൃത്തുക്കളെ, ഇത് ഈ 2,24,600 രൂപ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് പ്രൊഡക്ട്സ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഇത്രയേറെ ബെനിഫിറ്റ് നമുക്ക് പുറമെ എവിടെ ജോലിക്ക് പോയാലാണ് കിട്ടുന്നത്? നമ്മളെല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് ചിന്തിക്കുക, കാത് തുറന്ന് കേൾക്കുക. ഓക്കെ, ഇൻകം ത്രൂ വണ്ടർ വേൾഡിലേക്ക് ഒരു ഷോപ്പ് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് അതിലൂടെ വരുമാനം കിട്ടാമെന്ന് നോക്കാം. ഷോപ്പ് ഇടണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാന്ന് നോക്കാം. 3 കിലോമീറ്റർ ചുറ്റളവിൽ അത് വേറെ ഷോപ്പുകൾ, ആക്റ്റീവായിട്ടുള്ള ഷോപ്പുകളൊന്നും കമ്പനി അനുവദിക്കില്ല. കാരണം ഒരു ഷോപ്പ് ഇടുമ്പോൾ അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു 3 കിലോമീറ്റർ ഉള്ളിലുള്ള സെയില് ആ ഷോപ്പിൽ തന്നെ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണത്. മിനിമം 300 സ്ക്വയർ ഫീറ്റ് ഏരിയയെങ്കിലും വേണം. ഒപ്പം 10,000 രൂപ റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് റാക്കും സൈൻ ബോർഡും എല്ലാം അതിൽ വരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് മിനിമം പർച്ചേസ് 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എങ്കിലും നമ്മൾ എടുക്കണം. ഇവിടെ ഷോപ്പ് ഇടാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? ഷോപ്പ് ഇട്ടവരുണ്ടോ? ഒരുപാട് ലീഡേഴ്സ് ഷോപ്പ് ഇട്ടവരുണ്ട് അല്ലേ? ഞാനും ഒരു വർഷത്തിന്റെ വണ്ടർ വേൾഡിലേക്ക് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമുക്ക് നോക്കാം അതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്. മന്ത്ലി ഒരു 8 ലക്ഷം രൂപയുടെ സെയിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ആനുവലായിട്ട് ഒരു 90 ലക്ഷം രൂപയുടെ സെയിൽ നമുക്ക് നടത്താൻ സാധിക്കും. അതിലൂടെ നമുക്ക് 90 ലക്ഷം വരുമ്പോൾ 9% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. 8,64,000 രൂപയാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്, ഇത് ആനുവൽ ഇൻകം 8,64,000. അതിന് മന്ത്ലി ഇൻകം 72,000 രൂപ. നമുക്കറിയാം ഷോപ്പിൽ ഒരുപാട് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും അല്ലേ? വൈദ്യുതി, അതേപോലെ തന്നെ സ്റ്റാഫ് ഉണ്ടാവും. അതെല്ലാം കഴിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 20,000 രൂപ പോയാൽ പോലും നമുക്ക് ഒരു 52,000 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഷോപ്പിൽ ആവറേജ് 8 ലക്ഷം രൂപയുടെ സെയിൽ നടത്തുന്ന ഒരു ഷോപ്പാണ്. ഈ ഒരു വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാനും എൻ്റെ ഫാമിലിയും. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഒരു 4 തരത്തിലുള്ള വരുമാനം പറഞ്ഞു. ഈ 4 തരത്തിലുള്ള വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. സെയിലിലൂടെ മേടിക്കുന്നു, സെൽഫ് യൂസിലൂടെ മേടിക്കുന്നു, ഒപ്പം തന്നെ വണ്ടർ വേൾഡ് ക്യുക്ക് ഇട്ടുകൊണ്ടും ഈ ഒരു വരുമാനം മേടിക്കുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിനുള്ള അവസരമുണ്ട്. അപ്പോൾ RCMയിലൂടെ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഇവിടെ വിജയിക്കാനായിട്ട് ഒരുപാട് ലീഡേഴ്സ് നമ്മളെ ഉയർത്താനായിട്ട് ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഒരു നല്ലൊരു ആഗ്രഹം കൂടി ഉണ്ടായാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സ്റ്റാർ പള്ളി ചിവർ പുഷ്പലത മേഡം